ഞാൻ കുളിയല്ലേ ഇതൊക്കെ ആവശ്യതാ അല്ല അതൊന്നുമല്ല വീട്ടിൽ നിന്ന് ടൈം ആയതുകൊണ്ട് ഫ്രഷ് ആയതൊന്നും പറ്റില്ല നല്ല ഫ്രഷ് അപ്പൊ കുട്ടി പുറത്ത് വരുമ്പോ കുറച്ച് നല്ല ക്യൂട്ട് ആയി പേടിക്കാണ്ടിരുന്നാ മതി വയറിനുള്ളിക്കാൻ അതുകൊണ്ടാണ് വായിച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നത്. ഓ ആവശ്യം പെയിന് പെയിൻ താഴത്ത് പോകുന്ന സമയത്ത് അധികം ഇല്ല അല്ലേ? ഇവിടെ വരുന്ന ഇനി ഇപ്രാവശ്യം പോകുമ്പോൾ എന്താണെന്ന് അറിയില്ല. പിന്നെ അവിടെ തന്നെ കുറച്ച് ബ്ലീഡിങ് ഉണ്ട് പോയി തന്നെ ഉണ്ടല്ലേ. പിന്നെ കുറച്ച് ബ്ലീഡിങ് വന്നത് ഇനി പോയി കഴിഞ്ഞാൽ എന്താണെന്ന് ബാക്ക് പെയിൻ ഇല്ല അല്ലേ? ബാക്ക് പെയിൻ ഇല്ലാത്തതല്ല കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് നല്ല ബാക്ക് പെയിൻ ആണ് ചെയ്യുന്നത്. ഇനിയിപ്പോ 9:30 8:30 9:30 CTG എടുക്കാൻ വേണ്ടി പോകാൻ ഒരു സമാധാനം എന്താ വെച്ചാൽ ചിങ്ങട് കൂടെ നല്ല ആക്ടിവായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് പിന്നെ കുറച്ച് കുഴപ്പമില്ല. ഫീഡിങ് എന്തോ ഒരു ചുമ വന്ന സമയത്ത് ചുമയ്ക്ക് അതായത് ഫീഡ് ചെയ്യുന്ന സമയത്ത് ചുമ കുഞ്ഞാവിക്ക് കൊടുക്കാൻ അതുകൊണ്ട് ചിങ്ങോട് ഫീലിംഗ് നിൽക്കുമ്പോൾ കുറച്ചുകൂടെ നിൽക്കുന്നുണ്ടല്ലോ. ചോമാറിയിട്ട് കുടിക്കാനുണ്ടോ നടക്കുന്നു. ഇല്ലടാ അവിടെ അനിമ നാളെ വരും. ചേച്ചി മാത്രമേ ഉള്ളൂ. ഞാനില്ലേ സാധനം എടുക്കാൻ റൂമിലേക്ക് വരുമ്പോൾ ഒരാൾ ഒരേ കരച്ചില്. ഇതാ പീക്കിരി ഉറങ്ങി പീക്കിരി അടിച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് അമ്മേൻ്റെ അടുത്ത് പോകണോണ്ട് അമ്മേൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവിടെ പിന്നെ വായിച്ച ട്രിപ്പൊക്കെ ഇട്ട് കണ്ടപ്പോൾ പിന്നെയും കരച്ചില്. ലാസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഫൈനലി കുറച്ച് ഫോളോവേഴ്സിൻ്റെ ഒക്കെ കിടത്തി. ഹലോ പറ, ഹായ് പറ, വീഡിയോയിൽ ഹായ് പറ, ഹായ് പറ. പിന്നെയും കരഞ്ഞിട്ടിതാ കൊണ്ടുവന്നിട്ട് അമ്മയും മോളോട് കളിക്കുന്നതാ. എനിക്കെന്നാ പുറത്ത് വരുമ്പോണ്ട ഗൈസ് അങ്ങനെ എന്താണ് മറ്റേ ജെല്ലി വെച്ച ടൈമിൽ വായിച്ചിക്ക് കുറേ നേരം സഹിക്കാൻ പറ്റാത്ത വെയിലിങ് എങ്ങനെയായിട്ടും സമാധാനമില്ല. അപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് കുറച്ച് ഓപ്പൺ ആയിട്ടായിരുന്നു അവൻ. അതാ ചിങ്ങുടെ ടൈപ്പ് വേറൊരു ടൈപ്പ്, രണ്ടാമത്തെ വേറൊരു ടൈപ്പ്. ഞാൻ ഈ ഇങ്ങനെ സെക്കൻഡ് ഡെലിവറി അടിപൊളിയാണ് സിമ്പിളായിട്ട് വരും പറഞ്ഞതിനൊക്കെ ഞാൻ ആലോചിക്കുന്നു. എന്താ സിമ്പിള്? ചിങ്ങുവിൻ്റെ സമയത്ത് വായിച്ചിക്ക് നാച്ചുറൽ പെയിൻ വന്നാൽ തന്നെ അത് ഇൻക്രീസ് ആയിക്കൊണ്ടുപോകും വായിച്ചിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് നമ്മൾ മരുന്ന് വെച്ചിട്ട് പെയിൻ വരുന്നത് വായിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും. ഇപ്പം നമുക്ക് നോക്കാം. ഹാർട്ട് ബീറ്റും അതും നോക്കുന്നുണ്ട്. ഞങ്ങളവിടെ റൂമിൽ നിന്ന് ഇവിടേക്ക് ഷിഫ്റ്റ് ആയിട്ടാണ്. ഇവിടെ തന്നെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിയുക. ലാവേ ചിങ്കടും ഇല്ലേ എണീറ്റു പിന്നെ ഉറങ്ങി വരണം. എന്താണെന്ന് അറിയില്ല, വിളിച്ച് നോക്കണം. വാവിച്ചിട്ട് പെയിനുള്ളതാണ് ഞാൻ വാവിച്ചിട്ട് മാനേജ് ചെയ്യുന്നതുകൊണ്ട് വിളിച്ച് നോക്കാനും പറ്റിയില്ല. ഫുഡൊക്കെ മേടിക്കാനും ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് വിളിച്ച് നോക്കിയിട്ട് ചിങ്ങുവിനെ അങ്ങോട്ട് പോയി ചിങ്ങു കണ്ടാൽ പിന്നെ ചിങ്ങുടെ ഒപ്പം വരും. വാവിച്ചിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ചിങ്ങുവിന് എന്താണെന്ന് അറിയില്ല. അല്ലെങ്കിൽ ചിരിക്കുന്ന ആളിപ്പോൾ കരയുന്നല്ലോ. നല്ല രാത്രി വായിച്ച് ഇഞ്ചക്ഷൻ മറ്റേ ട്രിപ്പ് ഇട്ടില്ലേ, അതുണ്ടാവുമല്ലോ. അതൊന്നാമത് ഞാനിപ്പോൾ റൂമിൽ പോയിട്ടാണ് ഇപ്പോഴില്ല കണ്ടിട്ട് ഇങ്ങനെ ഉറങ്ങണ കണ്ടപ്പോൾ തന്നെ പാവം തോന്നി.
ഞങ്ങൾ ഇടയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് കാണുന്ന സമയത്ത് പാവം ഉണ്ടാകാണ്ട് ഉറങ്ങണം എന്തോ കൊണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ആൾക്ക് കുറച്ച് മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരിതുണ്ട്. കുട്ടിയാണെങ്കിലും നല്ല മനസ്സിലാക്കലും നല്ല മനസ്സിലാക്കിയിട്ട് മൂപ്പിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഈ സ്വാജി കുറച്ച് ഫുഡ് കൊടുത്തു കണ്ട, കുറച്ച് ഫുഡ് കൊടുത്തു. 2 ഇഡ്ഡലി കഴിച്ചു. പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ ഡോക്ടേഴ്സ് ഉണ്ടെന്ന് അവരും കഴിച്ചില്ല. അപ്പോൾ അവരും കഴിക്കാൻ പോയി. ഇനിയിപ്പോൾ ഞാനും കഴിക്കണം. കഴിച്ചിട്ട് ഇനിയിപ്പോൾ അടുത്ത് എന്താണെന്ന് നമുക്ക് നോക്കാലോ. വര മാതിരി, അതായത് ഹെഡ് താഴെ എത്തിയിട്ടുണ്ട്. വാവച്ചിന് എത്രയും പിടിച്ച് നിൽക്കണം അത്രയും ടൈമും ലേറ്റ് ആവും. വാവച്ചിക്ക് സ്ട്രെയിൻ കൂടും. ടച്ചായ ഗൈസ് ഇതുവരെയായിട്ട് ഒന്നും ആയിട്ടില്ല കേട്ടോ. സമയം ഇതാ 4:20 സംതിങ് ആയി. അല്ലേ രാവിലെ വന്നതാണ്. ചിങ്ങനെ പോലെ ആവുമെന്നല്ലേ അറിയില്ല, നോക്കാം. നമുക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ ഡോക്ടർ വരും, എന്നിട്ട് ഒന്നുകൂടെ PV ചെക്ക് ചെയ്യും. എന്നിട്ട് എന്താണ് കാര്യങ്ങൾ അറിയുള്ളൂ. PV പറഞ്ഞ വാച്ചിക്ക് ഭയങ്കര ഇതാണ്. കാരണം PV ചെക്ക് ചെയ്തിട്ടാണ് വാച്ചിക്ക് പെയിൻ നല്ല വന്നതില്ലേ. എന്നാൽ പെയിൻ അവിടെ വരുന്നുണ്ട് കേട്ടാ. ശ്വാസം എടുത്ത് വിടും ഞാൻ. நீங்கள் பெயின் மட்டும் தலையை மட்டும் மேலே தலைக்கு மேலே வயிற்று பார்த்துட்டு மோஷன் போகும். ஒரே ஒரு தடவை பண்ணி பாருங்க மோஷன் போகிற மாதிரி. ஒரே ஒரு டைம் மோஷன் போகும். அங்கே சரியா? அப்ளை பண்ண மாதிரி காலை லைட்டாக மேலே தூக்கிக்கிறோம், மோஷன் போகும். அவ்வளோதான். சரியா? நல்லதுதானடா, மோஷன் போனாவே குட்டி வெளியே வந்துடுறாங்க. எட்டு பண்ணீங்க புக்குனீங்கன்னா அவங்க கீழே வெட்டுவாங்க. கண்ணு விட்டு கண்ணாடி போட்டு தெரியாது. பெயின் வரதுக்கு முன்னாடியே சொல்லுங்க, கால் தூக்கிக்கலாம். பெயின் ஃபீல் பண்ணலையா? ஃபீல் பண்ணல பரவாயில்ல, மரமா சொல்லுங்க. காலத்துக்கு போடு, அந்த காலம் புரியுது. வெயிட் பார்த்து பொறுமையா பண்ணு. சூப்பர் தெரியுது. பொறுமையா பண்ணுங்க. இங்க பாருங்க, ஸ்ட்ரெஸ் ஆகாம டென்ஷன் ஆகாம ரிலாக்ஸா இருக்கு. வேணும்னா அப்படி ஸ்டாப் பண்ணிடு. குட்டி நல்லா கீழே அவங்களே வந்துட்டு தான் இருக்காங்க. வேணும்னா ஸ்டாப் பண்ணிக்கோ. நல்லா
முக்கிடுங்க விடாம முக்கிடுங்க விடாம நல்ல முக்கிடுங்க நல்ல வெளியில வெங்காயம் வலி இருக்கா இப்போ கண்ட்ராக்ஷன் இருக்கா பெயின் இருக்காடா நீங்க பார்த்து சொல்லுங்க